ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ മലയാളം പാഠപുസ്തകത്തിലെ 7ാമത്തെ അധ്യായമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ ക്ലാസ്സിലെ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. അധ്യായം 7, നട്ടു നനച്ച്. കൂട്ടുകാരെ, നിങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്യാറുണ്ടോ? ഏതൊക്കെ തരം വിളകളാണ് കൃഷി ചെയ്യാറുള്ളത്? മരച്ചീനി, റബ്ബർ, വാഴ, ചീര, പയർ ഇങ്ങനെ തുടങ്ങി ഒത്തിരി പച്ചക്കറികളും നാണ്യവിളകളുമൊക്കെ നമ്മൾ കൃഷി ചെയ്യാറുണ്ടല്ലേ? അതെ, ഇവിടെ നമ്മുടെ രംഗനും കുങ്കിയും കൂടെ കൃഷി ചെയ്തു. ഒത്തിരി വിളവുണ്ടായി. അവരത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തു. അപ്പം നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. രംഗനും കുങ്കിയും എന്തൊക്കെ പച്ചക്കറികളാണ് കൃഷി ചെയ്തതെന്ന് നോക്കാം. നട്ടു നനച്ച്. രംഗനും കുങ്കിയും കൃഷിക്കാരാണ്. അവർ ചേന, ചേമ്പ്, തണ്ണിമത്തൻ തുടങ്ങി പലതും കൃഷി ചെയ്തു. കൂട്ടുകാരെ, ആരൊക്കെയാണ് കൃഷിക്കാർ? രംഗനും കുങ്കിയും അല്ലേ? അവർ എന്തൊക്കെയാണ് കൃഷി ചെയ്തത്? ചേന, ചേമ്പ്, തണ്ണിമത്തൻ മാത്രമാണോ? അല്ല, അങ്ങനെ പലതും അവർ കൃഷി ചെയ്തു. ഒരു ദിവസം രംഗൻ ചന്ദനക്കാട്ടിലൂടെ വരികയായിരുന്നു. തലയിൽ ഒരു കെട്ട് മധുരക്കിഴങ്ങു വള്ളികൾ. കൂട്ടുകാരെ, രംഗൻ ഏത് കാട്ടിലൂടെയാണ് വന്നത്? അതെ, ചന്ദനക്കാട്ടിലൂടെയാണ്. രംഗൻ്റെ തലയിൽ എന്താണ് ഉണ്ടായിരുന്നത്? മധുരക്കിഴങ്ങു വള്ളികൾ. പെട്ടെന്ന് സുബുക്കരടി രംഗൻ്റെ മുമ്പിലേക്ക് എടുത്തു ചാടി. നിൽക്കവിടെ! അയ്യോ, ഉപദ്രവിക്കരുതേ! രംഗൻ അലറിക്കരഞ്ഞു. വെറുതെ വിട്ടാൽ ഇത് വിളയുമ്പോൾ പാതി നിനക്കു തരാം, രംഗൻ പറഞ്ഞു. ശരി, ഇപ്പോൾ നീ പൊയ്ക്കോ, വിളവെടുക്കുമ്പോൾ ഞാൻ വരും, സുബുക്കരടി പറഞ്ഞു. കൂട്ടുകാരെ, ചന്ദനക്കാട്ടിലൂടെ നടന്ന രംഗൻ്റെ മുമ്പിലേക്ക് ആരാണ് എടുത്തു ചാടിയത്? സുബുക്കരടി. കരടിയെ കണ്ടപ്പോൾ നമ്മുടെ രംഗൻ അലറിക്കരഞ്ഞു അല്ലേ? എന്നിട്ട് അവർ തമ്മിൽ ഒരു വാഗ്ദാനമുണ്ടായി. എന്താണ്? വെറുതെ വിട്ടാൽ മധുരക്കിഴങ്ങ് വള്ളികൾ കായ്ക്കുമ്പോൾ അല്ലെങ്കിൽ അത് വിളയുമ്പോൾ നിനക്ക് പകുതി തരാം. അങ്ങനെ കരടി രംഗനെ വീട്ടിലേക്ക് വിട്ടയച്ചു. രംഗനും കുങ്കിയും മധുരക്കിഴങ്ങ് വള്ളികൾ നട്ടുപിടിപ്പിച്ചു. ചിത്രം കണ്ടോ? കണ്ടു അല്ലേ കൂട്ടുകാരെ? അതെ, കൂട്ടുകാരും ഇതുപോലെ അച്ഛനെയും അമ്മേനെയൊക്കെ കൃഷിക്കാര്യങ്ങളിൽ സഹായിക്കാറുണ്ടോ? ഉണ്ടല്ലേ? അങ്ങനെ വിളവെടുപ്പ് ദിവസമെത്തി. സുബുക്കരടി വരുമോ? കുങ്കി വിഷമത്തോടെ ചോദിച്ചു. തൂമ്പയും അരിവാളുമായി രംഗൻ വയലിലെത്തി. വടിയും എടുത്ത് പിന്നാലെ കുങ്കിയും. വിളവെടുപ്പിൻ്റെ ദിവസമെത്തി. മധുരക്കിഴങ്ങൊക്കെ നന്നായി വിളഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും തൂമ്പയും അരിവാളും വടിയുമൊക്കെയായി വയലിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് കുങ്കി വിഷമത്തോടെ ചോദിക്കുന്നുമുണ്ട്, സുബുക്കരടി വരുമോ? അവരുടെ ഊഹം തെറ്റിയില്ല. അവിടെ എത്തിയതും നമ്മുടെ സുബുക്കരടി അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എത്ര നേരമായി കാത്തിരിക്കുന്നു, എനിക്കുള്ള വീതം തന്നാട്ടെ, സുബുക്കരടി പറഞ്ഞു. സുബു, നിനക്ക് ചെടിയുടെ മുകൾ ഭാഗം വേണോ അടിഭാഗം മതിയോ? സുബുക്കരടിയോട് രംഗൻ ചോദിച്ചു, നിനക്ക് ചെടിയുടെ മുകൾ ഭാഗം വേണോ അതോ അടിഭാഗം വേണോ? അപ്പോൾ നമ്മുടെ സുബുക്കരടി പറഞ്ഞു, എനിക്ക് മുകൾ ഭാഗം മതി. അരിഞ്ഞെടുത്ത വള്ളിക്കെട്ട് കുങ്കി സുബുവിൻ്റെ തലയിൽ വെച്ചു കൊടുത്തു. അപ്പോൾ മധുരക്കിഴങ്ങിൻ്റെ വള്ളികളുണ്ടല്ലോ, അതുകൊണ്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനവുമില്ല അല്ലേ കൂട്ടുകാരെ? അതെ, അത് കുങ്കി സുബുവിൻ്റെ തലയിൽ വെച്ചു കൊടുത്തു. സന്തോഷത്തോടെ തലയിലെ കെട്ടുമായി സുബു കാട്ടിലേക്ക് നടന്നു. ഇവനൊരു വീട്ടിൽ തന്നെ, കുങ്കി പറഞ്ഞു. കിളച്ചെടുത്ത മധുരക്കിഴങ്ങുമായി രംഗൻ ചന്തയിലേക്ക് പുറപ്പെട്ടു. കൂട്ടുകാരെ, സുബു വിഡ്ഢിയാണെന്ന് കുങ്കി പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ?
അതെയല്ലേ, മധുരക്കിഴങ്ങിൻ്റെ വള്ളികൾ യാതൊരു പ്രയോജനവുമില്ല. അതിൻ്റെ കിഴങ്ങ് എവിടെയായിരിക്കുന്നത്? മണ്ണിനടിയിലാണല്ലേ കൂട്ടുകാരെ? അതെ. ഇനി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ, കൂട്ടുകാർ ഉത്തരം പറയുമോ? പറയുമല്ലേ? ഒന്നാമത്തെ ചോദ്യം, രംഗനും കുങ്കിയും എന്തൊക്കെ കൃഷി ചെയ്തിരുന്നു? എന്തൊക്കെ കൃഷികളാണ്? ചേന, ചേമ്പ്, തണ്ണിമത്തൻ, മധുരക്കിഴങ്ങ്, അങ്ങനെ പലതും കൃഷി ചെയ്തിരുന്നു. നമ്മുടെ നാട്ടിൽ മറ്റെന്തെല്ലാം കൃഷികൾ ചെയ്യാറുണ്ട്? വാഴ, നെല്ല്, ഗോതമ്പ്, തെങ്ങ്, റബ്ബർ, മരച്ചീനി, ചീര തുടങ്ങി ഒത്തിരി കൃഷികൾ നമ്മളും ചെയ്യാറുണ്ട്. രംഗൻ ചന്തയിൽ. ഇന്ന് ചൊവ്വാഴ്ച. എന്തൊരു തിരക്കാണ് ചന്തയിൽ. ലോറിയിൽ നിന്ന് വാഴക്കുലകൾ ഇറക്കുന്നു. കണ്ടോ കൂട്ടുകാരെ, ചന്തയിൽ എന്തൊക്കെയാണ് കൂട്ടുകാർ കാണുന്നത്? ലോറിയിൽ നിന്ന് വാഴക്കുലകൾ ഇറക്കുന്നത് കാണാമല്ലേ? ഒരു വശത്തായിട്ട് ചേന കൂട്ടിയിട്ടിട്ടുണ്ട്. രംഗൻ കൊണ്ടുവന്ന മധുരക്കിഴങ്ങും ഒരു കുട്ടയിൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ തൊട്ടടുത്തുള്ളത്? തണ്ണിമത്തനുണ്ട്, പിന്നെ വെള്ളരിക്കയുണ്ട്, മത്തങ്ങയുണ്ട്, പലതരത്തിലുള്ള ചാക്കുകെട്ടുകൾ അവിടെ ഇരിക്കുന്നത് കാണാം അല്ലേ കൂട്ടുകാരെ? അതെ, നോക്കിയേ, ഒരു ഭാഗത്ത് ചേന മല പോലെ കൂട്ടിയിട്ടിട്ടുണ്ട്. ചാക്കുകളിൽ ഉള്ളിയും ഉരുളക്കിഴങ്ങും കൂടാതെ മത്തൻ, കുമ്പളങ്ങ, തക്കാളി, വെള്ളരിക്ക, ചീര തുടങ്ങി എന്തെല്ലാം പച്ചക്കറികൾ. വാങ്ങാനും വിൽക്കാനും എത്രയെത്ര ആളുകൾ. തിരക്കോട് തിരക്ക്. കൂട്ടുകാർ ചന്തയിൽ പോയിട്ടുണ്ടോ? പോകാറുണ്ടല്ലേ? അവിടെ നല്ല തിരക്കാണല്ലേ? അതെ. എന്തുകൊണ്ടാണ് ഇത്രയും തിരക്ക് അവിടെ വരിക? വാങ്ങാനും വിൽക്കാനുമായി ഒത്തിരി ആൾക്കാർ കൂടി വരുന്ന സ്ഥലമാണ് ചന്ത അഥവാ മാർക്കറ്റ്. പറയാം, എഴുതാം. നിങ്ങൾ ചന്തയിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടല്ലേ? അവിടെ എന്തുകൊണ്ടാണ് ഇത്ര തിരക്ക്? അതെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാധനങ്ങൾ വാങ്ങാനും വിൽക്കുന്നതിനും ആളുകൾ ഒത്തിരി അവിടെ കൂടി വരാറുണ്ടല്ലേ? അബ്ബാസിൻ്റെ കടയിൽ മധുരക്കിഴങ്ങ് വിറ്റു. ആരാ വിറ്റത്? രംഗൻ വിറ്റു. രംഗന് നല്ല വില കിട്ടി. വാഴക്കന്നുകളും വാങ്ങി അവൻ ചന്തയിൽ നിന്ന് മടങ്ങി. അപ്പോൾ അബ്ബാസിൻ്റെ കടയിൽ മധുരക്കിഴങ്ങ് വിറ്റപ്പോൾ നമ്മുടെ രംഗന് ഒത്തിരി പൈസ കിട്ടി. അതുമായിട്ട് അവൻ എന്താ വാങ്ങിയത്? വാഴക്കന്നുകൾ വാങ്ങി. വാഴക്കൃഷി ചെയ്യാനാണല്ലേ? അതെ. എന്നിട്ട് അവൻ വീട്ടിലേക്ക് നടന്നു. രംഗൻ വരുന്നത് സുബ്ബുക്കരടി ദൂരെ നിന്ന് കണ്ടു. അപ്പോൾ ചന്ദനക്കാട്ടിലൂടെ വേണം രംഗനെ വീട്ടിലെത്താൻ. അതിലൂടെ നടന്നു വരുമ്പോൾ നമ്മുടെ സുബ്ബുക്കരടി തേൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മരത്തിൻ്റെ മുകളിൽ. അപ്പോൾ ദൂരെ നിന്ന് രംഗൻ വരുന്നത് സുബ്ബുക്കരടി കണ്ടു. അവിടെ നിൽക്കടാ, നിന്നെ ഇന്നൊരു പാഠം പഠിപ്പിക്കും. സുബ്ബുവിൻ്റെ അലർച്ച കേട്ട് രംഗൻ ജീവനും കൊണ്ട് ഓടി. ഓടടാ ഓട്ടം. ഓടുന്ന ഓട്ടത്തിനിടയിൽ നമ്മുടെ രംഗൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വാഴക്കന്നുകൾ തറയിൽ എങ്ങനെ വീണു. രംഗൻ ഇതുകൊണ്ട് എന്താണാവോ ചെയ്യുന്നത്? പോയി നോക്കാം. നമ്മുടെ സുബ്ബുക്കരടി അതെല്ലാം പെറുക്കിയെടുത്തു. എന്നിട്ട് പതിയെ രംഗൻ്റെ വീട്ടിലേക്ക് നടന്നു. രംഗൻ വാഴ നടുന്നത് സുബ്ബു ഒളിച്ചു നിന്ന് കണ്ട് മനസ്സിലാക്കി. കണ്ടോ, നമ്മുടെ സുബ്ബു ഒളിച്ചു നിന്ന് കാണുകയാണ്. പറയാം, എഴുതാം. രംഗൻ്റെ വാഴക്കൃഷി. രംഗൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും? കുഴിയെടുത്തു, അതിൽ വളമിട്ടു, വാഴക്കൈ നട്ടുപിടിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? കുഴി മണ്ണിട്ട് നികത്തി വെള്ളമൊഴിച്ചു. അതെ, അതുപോലെ സുബ്ബുവും മണ്ണിളക്കി വെണ്ണീരിട്ട് വാഴ നട്ടു. രംഗൻ്റെ വാഴ കുലച്ചു. നമ്മുടെ സുബ്ബുവിൻ്റെ വാഴയും കുലച്ചു. വാഴക്കുല മൂത്ത് പഴുത്തു. പഴക്കുലയുമായി അവൻ രംഗൻ്റെ അടുത്തെത്തി. നിറം നൽകി പഴുപ്പിക്കാം. കണ്ടോ കൂട്ടുകാരെ, സുബ്ബുവിൻ്റെ വാഴ കുലച്ചു നിൽക്കുകയാണ്. അതിന് നിറം നൽകാം. പഴുത്ത വാഴപ്പഴത്തിൻ്റെ നിറം വേണം കൊടുക്കാൻ. എന്ത് നിറമാണ് കൊടുക്കുക? മഞ്ഞ നിറം കൊടുക്കാം. കൊടുത്തോളൂ. ഹായ്, എന്തു ഭംഗിയാണല്ലേ. സുബ്ബു വാഴക്കുലയുമായി രംഗൻ്റെ വീട്ടിലെത്തി.
അവർ തമ്മിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകും? അഭിനയിക്കാം. ഈ കഥ ക്ലാസ്സിൽ അഭിനയിച്ചു നോക്കാമോ കൂട്ടുകാരെ? പാടി രസിക്കാം. കൂട്ടുകാരെ, നമുക്കൊരു പാട്ട് പാടാം. അണ്ണാറക്കണ്ണനെ കുറിച്ചാണ് പാട്ട്. കൂടെ പാടണേ. അണ്ണാറക്കണ്ണ 90 വാല ചെങ്കതളിപ്പഴം തിന്നാൻ വായോ. അണ്ണാറക്കണ്ണ 90 വാല ചെങ്കതളിപ്പഴം തിന്നാൻ വായോ. മന്ദാരക്കാട്ടിലെ തത്തമ്മ കാണാതെ രാവിൽ പറന്നെത്തും വവ്വാലു കാണാതെ. മന്ദാരക്കാട്ടിലെ തത്തമ്മ കാണാതെ രാവിൽ പറന്നെത്തും വവ്വാലു കാണാതെ. അണ്ണാറക്കണ്ണ 90 വാല ചെങ്കതളിപ്പഴം തിന്നാൻ വായോ. അണ്ണാറക്കണ്ണ 90 വാല ചെങ്കതളിപ്പഴം തിന്നാൻ വായോ. ആരാരും കാണാതെ ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചു ഞാൻ ചെങ്കതളി. ആരാരും കാണാതെ ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചു ഞാൻ ചെങ്കതളി. അണ്ണാറക്കണ്ണ 90 വാല ചെങ്കതളിപ്പഴം തിന്നാൻ വായോ. അണ്ണാറക്കണ്ണ 90 വാല ചെങ്കതളിപ്പഴം തിന്നാൻ വായോ. ഒന്നിങ്ങു വന്നിടൂ അണ്ണാറക്കണ്ണ ചെങ്കതളിപ്പഴം തന്നിടാം ഞാൻ. ഒന്നിങ്ങു വന്നിടൂ അണ്ണാറക്കണ്ണ ചെങ്കതളിപ്പഴം തന്നിടാം ഞാൻ. അണ്ണാറക്കണ്ണ 90 വാല ചെങ്കതളിപ്പഴം തിന്നാൻ വായോ. അണ്ണാറക്കണ്ണ 90 വാല ചെങ്കതളിപ്പഴം തിന്നാൻ വായോ. ഒന്നിങ്ങു വന്നിടൂ അണ്ണാറക്കണ്ണ ചെങ്കതളിപ്പഴം തന്നിടാം ഞാൻ. ഒന്നിങ്ങു വന്നിടൂ അണ്ണാറക്കണ്ണ ചെങ്കതളിപ്പഴം തന്നിടാം ഞാൻ. ചെങ്കതളിപ്പഴം തന്നിടാം ഞാൻ. കൂട്ടുകാരെ, പാട്ടിഷ്ടമായോ? ഇഷ്ടമായല്ലേ? കൂടെ പാടിയില്ലേ? പാടിയല്ലേ? കൂട്ടുകാരെ, കുഞ്ഞിപ്പക്ഷി അണ്ണാറക്കണ്ണനെ ചെങ്കതളിപ്പഴം കഴിക്കാൻ വിളിക്കുകയാണ്. ആരൊക്കെ കാണാതെ വരാനാ പറഞ്ഞത്? മന്ദാരക്കാട്ടിലെ തത്തമ്മ കാണാതെ വരണം. പിന്നെ രാവിൽ പറന്നെത്തുന്ന വവ്വാല് കാണാതെ വന്നേക്കണം. പിന്നെ ആരാരും കാണാതെ ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് ചെങ്കതളി. ഒന്ന് വന്ന് ഞാൻ തരുന്ന ഈ ചെങ്കതളിപ്പഴം തിന്നാമോ? അണ്ണാറക്കണ്ണ ഒന്ന് വന്നോളൂ. അടുത്ത് നോക്കിയേ കൂട്ടുകാരെ, അക്ഷരം ചേർത്ത് വാക്കുകൾ കണ്ടെത്തി എഴുതാം. ഇവിടെ നോക്കിയേ, ഒരു അക്ഷരമാണ് ഇവിടെ എഴുതേണ്ടത്. ആ അക്ഷരം എഴുതിയാൽ 2 വാക്കുകൾ നമുക്ക് വായിക്കാം. എഴുതി നോക്കൂ. ചെങ്കതളി, തിങ്കൾ. അടുത്തത് നോക്കിയേ, വവ്വാൽ, ചൊവ്വാഴ്ച. വായിക്കാം. തത്തമ്മ പെണ്ണ് കണ്ണിൽ മഷി എഴുതി, നെറ്റിയിൽ സിന്ദൂരം തൊട്ടു, ചുണ്ടിൽ ചെഞ്ചായം പൂശി. സുന്ദരി തത്ത കണ്ണാടിയിൽ നോക്കി, നല്ല ഭംഗി. ഒന്നുകൂടെ വായിച്ചേ. തത്തമ്മ പെണ്ണ് കണ്ണിൽ മഷി എഴുതി, നെറ്റിയിൽ സിന്ദൂരം തൊട്ടു, ചുണ്ടിൽ ചെഞ്ചായം പൂശി. സുന്ദരി തത്ത കണ്ണാടിയിൽ നോക്കി, നല്ല ഭംഗി. കൂട്ടുകാർ ഉറക്കെ വായിച്ചോളൂ. അടുത്ത പ്രവർത്തനം നോക്കിയേ. ഷ എന്ന അക്ഷരം വരുന്ന വാക്കുകൾ എഴുതാം. ഇവിടെ ഇലകളിൽ കുറേ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് നമുക്ക് വാക്കുകൾ ഉണ്ടാക്കാം കേട്ടോ. സന്തോഷം, കഷായം, വിഷമം, വിഷം, മഷി, ഭാഷ. ഇതെല്ലാം കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ് കേട്ടോ. വായിക്കാം. ഫലം, ഫലിതം, ഫണം. ഒന്നുകൂടെ വായിച്ചേ. ഫലം, ഫലിതം, ഫണം. ഉറക്കെ വായിച്ചോളൂ. ഫലം, ഫലിതം, ഫണം. ആയിഷ പ്ലാവ് നട്ടു. ഫലവൃക്ഷങ്ങൾ നട്ടു വളർത്തുന്നത് നല്ല കാര്യമാണ്. ആയിഷ പറഞ്ഞതാണ്. കൂട്ടുകാരും ഫലവൃക്ഷങ്ങൾ നട്ടു വളർത്താറുണ്ടോ? ഇനി നട്ടു വളർത്തണം കേട്ടോ. വായിക്കാം. ചെമ്പിയും ചേന്നനും നടക്കാനിറങ്ങി. വഴിയിൽ വച്ച് തേനീച്ചയെ കണ്ടു. തൊടിയിലെ കോളാമ്പിപ്പൂവിൽ നിന്ന് അവൻ
തേൻ കുടിക്കുന്നു. കൊതിയൻ ചേന്നൻ ചോദിച്ചു, ഇത്തിരി തേൻ തരുമോ? തരാം, വന്നോളൂ, തേനീച്ച പറഞ്ഞു. ഒരിക്കൽ കൂടെ വായിക്കാം. ചെമ്പിയും ചേന്നനും നടക്കാനിറങ്ങി. വഴിയിൽ വെച്ച് തേനീച്ചയെ കണ്ടു. തൊടിയിലെ കോളാമ്പി പൂവിൽ നിന്ന് അവൻ തേൻ കുടിക്കുന്നു. കൊതിയൻ ചേന്നൻ ചോദിച്ചു, ഇത്തിരി തേൻ തരുമോ? തരാം, വന്നോളൂ, തേനീച്ച പറഞ്ഞു. കൂട്ടുകാർ വായിച്ചോ? ഇനി എന്താ ചെയ്യേണ്ടത്? പൂരിപ്പിക്കുക. എഴുതിക്കോളൂ. ചെമ്പി, തേനീച്ച, കൊതിയൻ, ചോദിച്ചു, ചേന്നൻ, തൊടി, വന്നോളൂ, തരുമോ, കോളാമ്പി. അപ്പോൾ ഇവിടെ നമ്മൾ പൂരിപ്പിച്ച് എഴുതി. കൂട്ടുകാരും പൂരിപ്പിച്ച് എഴുതണം കേട്ടോ. കടങ്കഥയുടെ ഉത്തരം എന്ത്? വരച്ച് യോജിപ്പിക്കും. ഒന്നാമത്തേത്, കാള കിടക്കും കയറോടും. ഉത്തരം മത്തൻ. വരച്ച് ചേർത്തോളൂ. അവസാനത്തെ ചിത്രമാണ്, കണ്ടു. രണ്ടാമത്തേത്, മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല, പാലുണ്ട് വാനരനല്ല. ആരാ? പാവൽ. വരച്ച് ചേർത്തോളൂ. ഒന്നാമത്തെ ചിത്രം. അടുത്ത്, അടിത്തളിക, നടുവടി, മേൽക്കൂട. എന്താ? ചേന. കൂട്ടുകാർ വരച്ച് ചേർത്തോളൂ. പാടാം. ഫൈലോപ്പിള്ളി എഴുതിയ മനോഹരമായ 4 വരിയാണ് നമുക്ക് വായിക്കാനുള്ളത്. പാടി നോക്കാം. ചൊടിയൊടു നട്ടു നനപ്പൂ കുട്ടികൾ തൊടിയിൽ കൊച്ചു കറിത്തോട്ടം. ചൊടിയൊടു നട്ടു നനപ്പൂ കുട്ടികൾ തൊടിയിൽ കൊച്ചു കറിത്തോട്ടം. ഉണ്ടേ മത്തൻ വഴുതിന വെണ്ടയുമൂണിന് കൂട്ടാം പല കൂട്ടം. ഉണ്ടേ മത്തൻ വഴുതിന വെണ്ടയുമൂണിന് കൂട്ടാം പല കൂട്ടം. ഫൈലോപ്പിള്ളി എഴുതിയ മനോഹരമായ കവിതയിലെ 4 വരി നമ്മൾ പാടി നോക്കി. ഉറക്കെ കൂട്ടുകാർ പാടി പഠിക്കണം കേട്ടോ. കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നവയുടെ ചുറ്റും വട്ടം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വരച്ചോളൂ. ട്രാക്ടർ, അരിവാള്, തൂമ്പ, ഇതെല്ലാം കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. മറ്റുള്ളവ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നില്ല. എനിക്ക് കഴിയും. താഴെ കൊടുത്തവ ചെയ്യാൻ കഴിയുമെങ്കിൽ വെണ്ടയ്ക്ക മുറിച്ച് ചായത്തിൽ മുക്കി ചെടിയിലെ പൂക്കളായി പതിപ്പിക്കൂ. ചില പച്ചക്കറികളുടെ പ്രത്യേകതകൾ കണ്ടെത്തി പറയാൻ കഴിയും. പച്ചക്കറികളെക്കുറിച്ചുള്ള കടങ്കഥകൾ പറയാൻ കഴിയും. എനിക്ക് രംഗനും കുങ്കിയും എന്ന കഥ വായിച്ചു കൊടുക്കാൻ കഴിയും. ചന്തയുടെ ചിത്രം നോക്കി ഏതാനും വാക്യങ്ങൾ എഴുതാൻ എനിക്കാവും. അപ്പോൾ ഇതെല്ലാം കൂട്ടുകാർ ചെയ്തതിന് ശേഷം വെണ്ടയ്ക്ക ചായത്തിൽ മുക്കി ഇതിനൊക്കെ ചിത്രം വരച്ചു കൊടുക്കണം കേട്ടോ. പൂക്കൾ വരച്ചു കൊടുത്തേക്കണേ. കൂട്ടുകാരെ, നമുക്ക് അടുത്തൊരു പാട്ട് കേട്ടാലോ? ചീരപ്പാട്ട്. ചീര കൂട്ടുകാർക്ക് അറിയാമോ? നമ്മൾ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്നതാണല്ലേ. പച്ചക്കറി നമ്മൾ എന്ത് ചെയ്യുന്നു? വേവിച്ച് കഴിക്കാറുണ്ട്. ചീര പച്ച നിറത്തിലുണ്ട്, അതുപോലെ തന്നെ ചുവന്ന നിറത്തിലുമൊക്കെ ചീര നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടല്ലേ. അപ്പോൾ ചീരയെക്കുറിച്ചുള്ള ഒരു മനോഹരമായ പാട്ടാണ്. നമുക്ക് ഉറക്കെ പാടി നോക്കാം. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തട്ടമിട്ടങ്ങനെ പാവണം ചെഞ്ചീര. വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തട്ടമിട്ടങ്ങനെ പാവണം ചെഞ്ചീര. വെണ്ണീറണിയണം ചെഞ്ചീര, വെള്ളം നനയണം ചെഞ്ചീര. മാറോളം പൊന്തണം ചെഞ്ചീര, മറിഞ്ഞു കുനിയണം ചെഞ്ചീര. എങ്ങനെ നുള്ളണം ചെഞ്ചീര, മുട്ടിനു നുള്ളണം ചെഞ്ചീര. എങ്ങനെ അരിയണം ചെഞ്ചീര, നനുനനെ അരിയണം ചെഞ്ചീര. എങ്ങനെ വയ്ക്കണം ചെഞ്ചീര, മുറ്റത്ത് നിൽക്കുന്ന ചെന്തെങ്ങിൻ്റെ താഴത്തു മൂത്തുള്ള വന്നങ്ങ. കൊത്തിയിറക്കണം വന്നങ്ങ, തട്ടിപ്പൊളിക്കണം വന്നങ്ങ. മുട്ടിയുടയ്ക്കണം വന്നങ്ങ, കുറുകുറച്ചിരകണം വന്നങ്ങ. നീട്ടിയരയ്ക്കണം വന്നങ്ങ, വാരിക്കലക്കണം വന്നങ്ങ. ചളവള തിളയ്ക്കണം ചെഞ്ചീര, അങ്ങനെ വയ്ക്കണം ചെഞ്ചീര. ആരാര് കൂട്ടണം ചെഞ്ചീര, നമ്മളെല്ലാവരും കൂട്ടണം ചെഞ്ചീര. കൂട്ടുകാരെ, പാട്ട് ഇഷ്ടമായോ? ചീരയെക്കുറിച്ചാണല്ലേ.
ചീര എങ്ങനെയാണ് വയ്ക്കേണ്ടത്, എങ്ങനെയാണ് അരിയേണ്ടത്, എങ്ങനെയാണ് നടേണ്ടത്, ആരാണ് കഴിക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ കവിതയിൽ പറഞ്ഞു അല്ലേ? കൂട്ടുകാരും ശ്രദ്ധിച്ച് കേട്ടായിരുന്നു. ഉറക്കെ പാടിക്കോളൂ, ഒരിക്കൽ കൂടെ പാടുവോ? ചങ്ങാതി തത്ത. ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ എഴുതി നോക്കൂ. തിങ്കൾ, ഭണം, അണ്ണാൻ, ശിരസ്, പാഠം, വവ്വാൽ, നന്ദിനി. കൂട്ടുകാരെ, ചങ്ങാതി തത്തയിൽ നിന്ന് ഇനിയും ഒത്തിരി വാക്കുകൾ നമുക്ക് എഴുതാം. കൂട്ടുകാർ കണ്ടെത്തി എഴുതി നോക്കൂ. അപ്പോൾ കൂട്ടുകാരെ, 7ാമത്തെ അധ്യായവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വളരെ മനോഹരമായ കഥകളും കവിതകളും പ്രവർത്തനങ്ങളും അടങ്ങുന്നതായിരുന്നു ഈ പാഠഭാഗം. കൂട്ടുകാർക്ക് പാഠഭാഗം ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്